ഹലോ. എന്തൊക്കെയുണ്ട് വിശേഷമൊക്കെ? നല്ല വിശേഷം, നല്ല വിശേഷം. നാളെ കണ്ടിട്ട്. പിന്നെ ഓണമൊക്കെ വരുമല്ലേ? അതെ. പ്രോഗ്രാം ഒക്കെ എങ്ങനെയൊക്കെയുണ്ട്? ഓണത്തിന് ഇപ്രാവശ്യം പ്രോഗ്രാം ഇച്ചിരി കുറവാണ്, എന്നാലും അടിപൊളി. ഹാപ്പിയാണ്. ഓക്കെ. എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് സുമേഷ് തുറവൂരാണ്. സുമേഷ് തുറവൂരിനെ പറ്റി പറയുമ്പോൾ നമ്മുടെ ഫേമസ് മൂവിയായ ജയിലറിലെ വർമ്മൻ എന്ന വിനായകൻ്റെ കഥാപാത്രത്തെയും അതുപോലെ തന്നെ ആട് 2 വിനായകൻ്റെ കഥാപാത്രത്തെയും, ഇന്ന കഥാപാത്രം എന്നില്ല, വിനായകൻ്റെ ഏത് കഥാപാത്രമായാലും അതേ തന്മയത്വത്തോടെ സ്റ്റേജുകളിൽ അവതരിപ്പിച്ച് പ്രേക്ഷക ലക്ഷങ്ങളുടെ മനം കവർന്ന സുമേഷ് തുറവൂരാണ് ഇന്ന് നമ്മളോടൊപ്പമുള്ളത്. അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. എന്തൊക്കെയുണ്ട് പിന്നെ വിശേഷം? നല്ല വിശേഷം. എങ്ങനെയാണ് ഇത്തവണ ഓണമാണ്, നമ്മുടെ വയനാട് ദുരന്തമൊക്കെ കഴിയുന്നതാണ്, അപ്പോൾ എങ്ങനെയാണ് പ്രോഗ്രാമിൻ്റെ കാര്യങ്ങളൊക്കെ? വയനാട്ടിലത്തെ ഒരു വിഷയം വലിയൊരു സംഭവമാണ്. കാരണം നമ്മൾ സാധാരണപ്പെടാത്ത കലാകാരന്മാർക്ക് വയനാട് ദുരന്തം കാരണം പല സ്ഥലത്തും ക്ലബ്ബുകളാണ് ഏറ്റവും കൂടുതൽ ഷോ വരുന്നത്. ഷോ ഇല്ല. ഇപ്പോൾ നമുക്കൊരു 4 ഷോ പറഞ്ഞതായിരുന്നു സ്റ്റാർട്ടിങ്. ഇപ്പോൾ അത് പിന്നെ ക്യാൻസലായി. ഇപ്പോൾ 2 ഉള്ളൂ. പൊതുവേ വയനാട് ദുരന്തം അത് വലിയൊരു ദുരന്തമാണ്. അതിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ട്, മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ട്. ക്യാൻസൽ ആവാനുള്ള കാരണം വെച്ചാൽ ഈ പ്രോഗ്രാം നടത്താനുള്ള പൈസ അവർ കളക്ട് ചെയ്തിട്ട്, ക്ലബ്ബുകാർ കളക്ട് ചെയ്തിട്ട് വയനാട്ടിലേക്ക് അയക്കുന്നു. അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലോ അല്ലെങ്കിൽ ഈ സ്ഥലം സന്ദർശിക്കാൻ കുറേ പേര് പോകുന്നു. അവർക്ക് എന്തെങ്കിലും സാമ്പത്തികമായിട്ട് സഹായമൊക്കെ ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു സംഭവം വരുമ്പോൾ ഒരു കമ്മിറ്റിയിൽ ഒരു 11 പേര് 12 പേരുണ്ടെങ്കിൽ അതിൽ 2 പേര് ഈ കാര്യം പറഞ്ഞാൽ ബാക്കിയെല്ലാം അതിൽ ഓക്കെ ആകുന്നു. അങ്ങനെ വന്നു കഴിയുമ്പോഴേക്കും നമ്മളെ പോലെയുള്ള ചെറിയ കലാകാരന്മാരെ ഇത് വല്ലാതെ അങ്ങ് ബാധിക്കുമല്ലേ? അയ്യോ, തീർച്ചയായിട്ടും. കാരണം നമ്മൾ ഉത്രാടം, ഔട്ടം, തിരുവോണം, ചതയം എന്നൊക്കെ പറയുന്ന 4 ദിവസത്തെ ഒരു ടാർഗറ്റ്, ആ ഒരു പ്രോഗ്രാം ഇതാണ് നമ്മുടെ മനസ്സിലുള്ളത്. പക്ഷെ അത് ഈ പ്രാവശ്യം വളരെ മോശം. അല്ല, അത് ദുരന്തത്തിന്റെ ഇത് ബാക്കിയായിട്ടെന്ന് പറയുമ്പോൾ സിനിമകളൊക്കെ ഇഷ്ടംപോലെ. ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഓണത്തിന് ഇറങ്ങുന്ന സിനിമ നിങ്ങൾ റിലീസിങ് തടഞ്ഞു വെക്കും. പക്ഷെ അതൊക്കെ വലിയ പ്രൊജക്ടുകളും വലിയ സാമ്പത്തിക കോടികളിട്ടുള്ള ഒരു സംഭവമാണ്. നമ്മുടെ ജീവിതത്തെ ഒരുപാട് ഭയങ്കരമായ രീതിയിൽ ഇത് ബാധിക്കില്ല. തീർച്ചയായിട്ടും. കാരണം ലക്ഷക്കണക്കിന് ആർട്ടിസ്റ്റുകൾ, കാരണം നമുക്കറിയാം ലക്ഷക്കണക്കിന് ആർട്ടിസ്റ്റുകൾ. ഞാൻ ഇന്നും രാവിലെ ഒരാൾ നിലമ്പൂരിൽ പാട്ടുകാരനെ വിളിച്ചപ്പോൾ പറഞ്ഞു പരിപാടിയില്ല. പ്രൊഫഷണൽ ആർട്ടിസ്റ്റുകൾക്ക് പോലും പരിപാടിയില്ല. ഇപ്പോൾ 6-7 പരിപാടിയൊക്കെ നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർ ഇപ്പോൾ വെറും 2 പരിപാടി, 1 പരിപാടിയിലോട്ടൊക്കെ ചുരുങ്ങുകയാണ്. കാരണം ഈ വയനാട്ടിലെ വിഷയം തന്നെയാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള സംഭവം. ഓക്കെ. ഇപ്പോൾ സുമേഷിനെ കുറിച്ച് നമ്മുടെ പ്രേക്ഷകർക്ക് അറിയാനുള്ള കുറേ കാര്യങ്ങൾ അറിയാനുള്ള ആഗ്രഹമുണ്ട്. എത്ര വർഷമായി സുമേഷ് ഈ ഒരു ഫീൽഡിലേക്ക് കടന്നു? ഞാൻ നമ്മുടെ സ്കൂൾ കാലം ഒരു 6-7 ക്ലാസ് ഒക്കെ പഠിക്കുന്ന സമയം തൊട്ടാണ് ഞാൻ സ്കൂളിൽ തൊട്ടാണ് മിമിക്രി ചെയ്യാൻ തുടങ്ങിയത്. ഇപ്പോൾ ഒരു 10-25 വർഷത്തിന് മേലായിട്ടുണ്ട് ഈ ഫീൽഡിൽ നിൽക്കുന്നത്. 25 മേലായി. അത് ശരി. അപ്പോൾ ഈ 25 വർഷത്തെ ഒരു കാലയളവ് വെച്ച് ഒരുപാട് പ്രഗത്ഭരായിട്ടുള്ള ആർട്ടിസ്റ്റുകളുടെ ഒപ്പം വർക്ക് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും. കാരണം ഒരുപാട് പ്രഗത്ഭരായ വ്യക്തികൾ വെച്ചാൽ ഞാൻ എൻ്റെ ഫസ്റ്റ് ഷോ ടി വിയിൽ വന്ന് 2001 പ്രോഗ്രാം വരുന്നു. അതിന് ശേഷം 2012 വോഡാഫോൺ കോമഡി സ്റ്റാർ ഏഷ്യാനെറ്റിൽ. അപ്പോൾ ആ പ്രോഗ്രാമിൽ നിൽക്കുന്ന സമയത്ത് ടിനിച്ചേട്ടനായിട്ട് വലിയ ബന്ധമുണ്ടായി. അതിനുശേഷം ടിനിച്ചേട്ടൻ്റെ കൂട്ടത്തിലൊരു 4-5 വർഷം പ്രോഗ്രാം ചെയ്തു. പിന്നെ എൻ്റെ ഗുരുനാഥൻ എന്ന് പറയുന്ന നമ്മുടെ ഏട്ട സഹോദരൻ എന്നുള്ള ബേസിലുള്ള മനോജ് ഗിന്നസ്, ചില മിമിക്രിയുടെ തമ്പുരാൻ. മനോജേട്ടനൊക്കെ മിമിക്രി കണ്ട് അത് കേട്ടാണല്ലോ നമ്മൾ ഇതിലോട്ടൊക്കെ വന്നത്. ഞങ്ങളുടെ നാട്ടുകാരനാണ്. അതെ. മനോജേട്ടൻ്റെ കൂട്ടത്തിൽ 6 വർഷം ഞാൻ നിന്നു. പിന്നെ ജോബി പാല, പിന്നെ പുന്നപ്പുറ മനോജ്, പുന്നപ്പുറ മധു, ഉല്ലാസ് പന്തളം, വിനോദിമാലി, നെൽസൺ ചേട്ടൻ, അങ്ങനെ കേരളത്തിലെ എല്ലാ ആർട്ടിസ്റ്റുകളുടെ കൂട്ടത്തിലും പ്രോഗ്രാം ചെയ്യാൻ പറ്റിയ ഭാഗ്യം ഉണ്ടായി. പിന്നെ അതിൽ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറഞ്ഞാൽ 6 മാസം മുമ്പ് പ്രശസ്ത ഗായകൻ, പിന്നീട് ഗായകൻ ഉണ്ണിമേനോൻ സാറിൻ്റെ കൂട്ടത്തിൽ കണ്ണൂരിൽ പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഹെവി ഷോ ആയിരുന്നു. അത് നമ്മുടെ കരിങ്കാലിയിലൊക്കെ അഭിനയിച്ച ശ്രീകുമാർ നന്ദിക്കരയൊക്കെ ഉണ്ടായിരുന്നു. വലിയ ഷോ ആയിരുന്നു. പിന്നെ ഏറ്റവും അഭിമാനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു എളിയ കലാകാരൻ എന്നുള്ള ബേസിൽ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറഞ്ഞാൽ കലാഭവമണിച്ചൻ്റെ കൂട്ടത്തിൽ 4 വേദിയിൽ ഒരുമിച്ച് പ്രോഗ്രാം ചെയ്യാൻ ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അതെ, തീർച്ചയായിട്ടും അത് വലിയൊരു ഭാഗ്യമാണ്. കാരണം അത്രയും വലിയ പ്രതിഭാശാലിയായ, അത്രയും ടാലൻ്റുള്ള, നമുക്കൊന്നും ഒരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിക്കാൻ പറ്റാത്ത ഒരു കഴിവുള്ള ഇന്നുണ്ടായിരുന്നെങ്കിൽ അടിപൊളി. എന്നാൽ പിന്നെ ഓണത്തിനൊക്കെ സ്പെഷ്യൽ എപ്പിസോഡ് വന്നേനെ മണിച്ചേട്ടൻ്റെ പാട്ടും ആട്ടമൊക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ധാരാളം പ്രഗത്ഭരായിട്ടുള്ള ചിരി രാജാക്കന്മാരുടെ, തമ്പുരാക്കന്മാരുടെ കൂടെയൊക്കെ അസോസിയേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചു. അടുത്ത ഇപ്പം ഏറ്റവും കൂടുതൽ ഞങ്ങൾ കണ്ടിരിക്കുന്നത് വിനായകന്റെ വേഷപ്പകർച്ചകളാണ് കണ്ടിരിക്കുന്നത്. നടൻ വിനായകൻ, ഗ്രേറ്റ് ആർട്ടിസ്റ്റ്. അതിനെ പോലുള്ളവരൊക്കെ അത് ഫിഗർ ചെയ്യാന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. അപ്പൊ ഇനി പുതിയതായിട്ട് എന്തെങ്കിലും ഈ ഓണത്തോടനുബന്ധിച്ചോ? പുതിയതായിട്ട് ഇപ്പൊ ഞാൻ ഈ താടി ഇച്ചിരി കൂടി കൂടുതലാക്കി താടി ചില നമ്മള് മറ്റേ പൃഥ്വിരാജേട്ടന്റെ
ബ്ലെസ്സി സംവിധാനം ചെയ്ത ബ്ലെസ്സാർ സംവിധാനം ചെയ്ത ആടുജീവിതം. ഓ ആടുജീവിതത്തിലെ പിന്നെ മെലിഞ്ഞിട്ടുള്ളൊരു സാധനം, ആ ഒരു അറബിയുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള മെലിഞ്ഞിട്ടുള്ളൊരു സാധനം, അതാണ് ഈ പ്രാവശ്യത്തെ പുതിയ ഫിഗർ. പിന്നീട് ഇന്ത്യൻ സിനിമയിൽ മൈക്കിൾ ജാക്സൺ എന്നറിയപ്പെടുന്ന പ്രഭുദേവയുടെ ഫിഗറും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പ്രാവശ്യം ഇച്ചിരി കൂടി പുതിയ പുതിയ സാധനങ്ങൾ ചെയ്യാൻ പോകുന്നു. അപ്പോൾ എല്ലാ പ്രേക്ഷകരും തയ്യാറായിരിക്കുക. പൃഥ്വിരാജിന്റെ ആടുജീവിതം, പിന്നെ നമ്മുടെ ഡാൻസ് തമ്പുരാൻ പ്രഭുദേവയുടെ അടുത്ത ഫിഗറുമായിട്ട് നമുക്ക് ഉടനെ കാണാനായിട്ട് സാധിക്കും. അതെ അതെ. സുമേഷിന്റെ ചേട്ടനാണ്, ചിറ്റപ്പനും കൂടിയാണ്. അപ്പോൾ സുമേഷ് ഇപ്പം നമ്മുടെ കേരളം അറിയപ്പെടുന്ന ഒരു കലാകാരനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ യാത്രയിൽ നല്ല രീതിയിൽ പ്രോത്സാഹനം കൊടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടോ? അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്ന് പറയാമോ? സാധിച്ചു, മനസ്സുകൊണ്ടും എല്ലാം കൊണ്ടും സാധിക്കണമെന്നാണ് ഉദ്ദേശം. നമ്മൾ അതിനുകൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് സുമേഷ് നമ്മുടെ കൂട്ടത്തിലൊക്കെ കൂടുമ്പോൾ ഇതുപോലെ തന്നെ ജോലിയാണ്? നല്ല കലാകാരനാണ്. നല്ല കലാകാരനാണ്. ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? അവൻ രക്ഷപ്പെടണമെന്നുള്ളതാണ് നമ്മുടെ രീതി. നല്ലപോലെ സിനിമയിലൊക്കെ വന്ന് നല്ലൊരു ഭാവി ഉണ്ടാകണമെന്നുള്ളതാണ് നമ്മുടെ രീതി. പക്ഷേ വളരെ ചെറുപ്പം തന്നെ തൊട്ട് മിമിക്രി ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഈ ഒരു നിലയിലെത്തിയിരിക്കുന്നത്. പുള്ളിയുടെ ഏറ്റവും വലിയൊരു അധ്വാനത്തിൻ്റെ ഒരു ഫലം ഇപ്പം ശരിക്കും ഇപ്പം അനുഭവിച്ചു വരികയാണ്. നല്ലൊരു കലാകാരനാണ്. ഇനിയും ഉയരങ്ങളിലേക്ക് പോകാനുള്ളൊരു കലാകാരനാണ്. ഒരുപാട് പേര് പുള്ളിനെ തഴഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ തഴച്ചിലൊക്കെ എന്ന് പറഞ്ഞാൽ പുള്ളിനെ മാനസികമായിട്ട് തളർത്തുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ അതൊന്നുമില്ല. പുള്ളിയുടെ ജീവിതത്തിൽ പുള്ളി ഏറ്റവും വലിയ വിജയങ്ങളിലേക്ക് വീണ്ടും പോകുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ചേട്ടൻ്റെ പേരെങ്ങനെ? സുമേഷിന്റെ ചേട്ടനെ എങ്ങനെയാണ് സുമേഷിന്റെ കലാജീവിതത്തെ? നല്ലൊരു ജീവിതം, നല്ല പരിപാടിയൊക്കെയാണ്. ഇപ്പൊ കുറച്ച് നാളുകൊണ്ട് പരിപാടിയൊന്നുമില്ല, കൊറോണ. പിന്നെ ഇപ്പൊ അടുത്ത ഇത് ദുരന്തം പരിപാടിയൊക്കെ കുറവാണ്. പിന്നെ എല്ലാ പണിക്കും പോകാൻ ഈ പരിപാടി കൊണ്ട് മാത്രം ജീവിക്കാൻ പറ്റത്തില്ലല്ലോ. പരിപാടിയൊക്കെ ഗംഭീര പരിപാടിയാണ്. എങ്ങനെയാണ് പൊതുവെ ആള് നല്ല കുഴപ്പമൊന്നുമില്ല. മിമിക്രി അനുകരണം അല്ലേ? നടന്മാരെയൊക്കെ അനുകരിക്കുന്നു പറഞ്ഞു. ഏതെങ്കിലും നടന്മാരുടെ ശബ്ദം തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ പിന്നെ മിമിക്രി വേദിയിൽ ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ളത് നമ്മുടെ അയ്യപ്പ വൈദ്യു, നമ്മൾ നേരത്തെ പറഞ്ഞു പ്രശാന്തൻ്റെ വെള്ളംകുടിയെ. അപ്പോൾ ആ ഒരു സാധനം പറയാം. വഴിയരികിൽ പതിതനായി പല്ലെടുക്കും ബൈജു, വഴി തെറ്റെന്നാൽ ഓടപ്പുള്ളി കടന്നുറങ്ങും ബൈജു, അയ്യപ്പ ബൈജു. എൻ്റെ പേര് ബൈജു എന്നാണ് കേട്ടോ. നമ്മൾ ഒരുപാട് പേര് തല്ലിയിട്ടുണ്ട്, അതിനോട്ട് പ്രോബ്ലം. ഓക്കെ. ഇനി ഇപ്പം നമ്മുടെ ഇവിടെ നിന്ന് അടുത്താണ് ചാന്തുപൊട്ട് ഷൂട്ട് ചെയ്തത്, നമ്മുടെ അന്ധകാരനായി. അപ്പോൾ ചാന്തുപൊട്ടിൻ്റെ സംവിധാനമായ ലാൽജു സാറിൻ്റെ ശബ്ദം. വളരെ മനോഹരമായൊരു കായലാണ്. എനിക്ക് തോന്നുന്നത് ഇത്രയും ഫലഭൂഷ്ടമായ ഇത്രയും പ്രകൃതികൾ അടങ്ങി നിൽക്കുന്നൊരു സ്ഥലം ഈ അടുത്ത കാലത്തൊക്കെ ഞാൻ കണ്ടിട്ടില്ല. വളരെ എൻ്റെ അടുത്ത സിനിമ ഞാൻ ഇവിടെ വെച്ചായിരിക്കും ഷൂട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഉറപ്പ് പറയുന്നു. എല്ലാവർക്കും ഓണാശംസകൾ. നന്ദി, നമസ്കാരം. താങ്ക് യു. അപ്പോൾ എന്തായാലും സുമേഷിൻ്റെ ഈ നാടും ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട്, നല്ലൊരു അന്തരീക്ഷം. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ അനേകം കൂട്ടുകാർ കാണും, ഒരുപാട് പേര് സുമേഷിനെ സപ്പോർട്ട് ചെയ്യുന്നവർ കാണും. അങ്ങനെ എടുത്തു പറയത്തക്ക ആരെങ്കിലും? എൻ്റെ ഇവിടുത്തെ നമ്മുടെ എനിക്ക് ആദ്യമായിട്ടൊരു വീട് വെച്ച് തന്ന ഒരാളുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ബിബിൻ എന്നാണ്. അദ്ദേഹത്തിൻ്റെ വീട് കോട്ടയം കാരിത്താസ ബിബിൻ. അദ്ദേഹം ഫയർ ആൻഡ് സേഫ്റ്റിയുടെ വർക്കും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഒരു ദിവസം ഇവിടെ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ ഓലപ്പേര നമ്മുടെ പഴയ വീട് കണ്ടപ്പോൾ അതൊന്നും പറ്റില്ല സുമേഷേട്ടാ, നമുക്ക് പുതിയ വീട് വെക്കാമെന്ന് പറഞ്ഞിട്ട് പുതിയ വീട് വെച്ച് നമുക്ക് തന്നു. അതാണ് ബിബിൻ. ഇത് കണ്ട, ഇതൊക്കെ എവിടെയെങ്കിലും മാജിക് ഇതാണല്ലേ? ഇതെല്ലാം ഇവിടെ നമ്മുടെ അടുത്ത് എല്ലാ സാധനവും ഉണ്ട്. കക്കാവട്ട് കണ്ണി ചെമ്മീൻ എല്ലാ സാധനവും ഉണ്ട്. അപ്പോൾ ബിബിൻ ജോർജാണ് നമുക്കൊരു വീട് വെച്ച് തന്നു. അപ്പോൾ എൻ്റെ മിമിക്രി ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ അതാണ്. നമുക്കൊരു വീട് ചെയ്തു തന്ന ബിബിൻ ജോർജാണ്. അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. അത് വലിയൊരു ഭാഗ്യമായിട്ട് എൻ്റെ ജീവിതത്തിൽ. സാധാരണ നമ്മൾ പ്രോഗ്രാമിനൊക്കെ വേദിയിൽ ചെല്ലുമ്പോൾ ആൾക്കാർ ചോദിക്കുന്നത് എന്താണ് വെറൈറ്റി വേണമെന്ന് പറഞ്ഞിട്ട് ആൾക്കാർ പറയുന്നത്. അപ്പോൾ എന്താണ് ഇനിയുള്ള വെറൈറ്റി? എന്താണ് നല്ല വെറൈറ്റി എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഞാൻ പുതിയതായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ആടുജീവിതത്തിൻ്റെ സംഭവം പുതിയതായിട്ട് ചെയ്യുന്നു. അതുപോലെ പ്രഭുദേവ വരുന്നു. പിന്നെ പുതിയതായിട്ട് കുറച്ച് നടന്മാരുടെ വോയിസുകളൊക്കെ പുതിയതായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ശബ്ദാനുകരണവും ഫിഗറും
സ്കിറ്റുമാണ്. ഞാൻ വർഷങ്ങളോളം ഈ മദ്യപാനിയുടെ വേഷം വേദികളിൽ ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. കാരണം നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട മദ്യപാനി എന്ന് വെച്ചാൽ മിമിക്രി വേദിയിൽ പുന്നപ്ര പ്രശാന്ത് അയ്യപ്പ ബൈജു. ആ അയ്യപ്പ ബൈജുവിൻ്റെ അതേ കാറ്റഗറിയിൽ അതിനേക്കാളും ഒരു സെറ്റപ്പിൽ അതിനേക്കാളൊക്കെ ഒരു ആ ഒരു സെറ്റപ്പിൽ ഒരു കുടിയൻ്റെ സംഭവമൊക്കെ വർഷങ്ങളോളം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആർട്ടിസ്റ്റാണ്. ഇപ്പോൾ ഇത് കൂടാതെ ശബ്ദാനുകരണം പിന്നെ നന്നായിട്ട് പാട്ട് പാടുന്നു. അല്ല എനിക്ക് പാട്ടുകാർ ഭയങ്കര ഇഷ്ടമാണ്. പാട്ടുകാർ ഞാൻ പല സ്ഥലത്തും ചെല്ലുമ്പോൾ പാട്ടുകാരനാണോ എന്ന് പലരും ചോദിച്ചിട്ടുണ്ട്, പാട്ട് പാടുമെന്ന് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മളങ്ങനത്തെ ഒരു വലിയൊരു പ്രകടനം നിന്നിട്ടില്ല. എന്നാലും എനിക്ക് പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം നമ്മൾ TV അതുപോലെ തന്നെ നമ്മൾ ഓപ്പൺ സ്റ്റേജുകളിലൊക്കെ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. ഇനി സിനിമ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു തലത്തിലേക്ക്? സിനിമ കഴിഞ്ഞ ഞായറാഴ്ച ഒരു പടത്തിൻ്റെ പൂജ കഴിഞ്ഞു. അത് മലപ്പുറത്തുള്ളൊരു സാറിൻ്റെയാണ് എൻ്റെ വർക്ക്. അത് വലിയൊരു സിനിമയാണ്. ആ സിനിമയിൽ നല്ലൊരു വേഷം എനിക്കവിടെ ഉണ്ട്. നമ്മൾ യാദൃശ്യമായിട്ടാണ് ഞാൻ സെറ്റിൽ ചെന്ന് പെട്ടത്. എൻ്റെ ഒരു സുഹൃത്ത് മേക്കപ്പ് ആർട്ടിസ്റ്റ് സുനിത എന്ന് പറഞ്ഞൊരു മാഡം വൈറ്റിലുള്ളതാണ്. അദ്ദേഹം വിളിച്ചിട്ട് ഞാൻ യാദൃശ്യമായിട്ട് ചെന്നതാണ്. പക്ഷേ ദൈവം സഹായിച്ചിട്ട് നമ്മൾ അവിടെ അത്യാവശ്യം നല്ലൊരു വേഷം നമുക്ക് അവിടെ റെഡി ആയിട്ടുണ്ട്. മുമ്പ് ഒരു തമിഴ് പടം ചെയ്തു. അത് ഞാനും നമ്മുടെ കോമഡി സ്റ്റാറിലെ ശശാങ്കൻ മയനാടും കൂടി. അത് ഏഷ്യാനെറ്റ് എന്ന് പറഞ്ഞിട്ട് പോയി ചെയ്തതാണ്. പക്ഷെ ആ പടം റിലീസായില്ല. അപ്പോൾ ഈ ലാലേട്ടൻ്റെ പടം ആ ഒരു സിറ്റുവേഷൻ തന്നെയാണ്. ഫസ്റ്റ് പടം റിലീസാകില്ല, അത് പെട്ടിയിടത്തിരിക്കണമല്ലോ. അതെ അതെ, എന്തായാലും ഭംഗിയായിട്ട് വരട്ടെന്ന് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. ഓക്കെ ഓക്കെ. അപ്പോൾ വിനായകൻ്റെ കമ്മട്ടിപ്പാടത്തിലെ നമ്മുടെ ക്ലൈമാക്സിൽ ലടാ ചുമ്മാടാ ഞാനാണ് എങ്ങനെ വെറുതെ വിളിക്കാൻ എന്താണെന്നറിയാൻ പാടില്ല. ചെറിയ വ്യാധി വല്ലൊക്കെ ഉണ്ട്. ലാശാൻ അവരെന്നെ ഉറക്കും, എനിക്ക് ഉറപ്പാണ് അവരെന്നെ ഉറക്കും. ഞാൻ ചുമ്മാ വിളിച്ചാണ്. ഇല്ലടാ വെറുതെയാണ്, ചെറിയൊരു വ്യാധി വല്ലയൊക്കെ ജീവിക്കാൻ തോന്നണം. റേഷൻ കടയിൽ പോകണം, മണ്ണെണ്ണം മേടിക്കണം. എല്ലാവരും കൊതിയായിട്ട് പോയാ. അച്ഛാ ഞാൻ പോണാണ് കേട്ടാ. അക്കാണും മാമലയൊന്നും നമ്മുടതല്ലൻ മകന്, ഇക്കാണും കായൽക്കരയും ആരുടേതുമല്ലൻ മകന്. പുഴുപുലികൾ പക്ഷി പരുന്തുകൾ കടലാനകൾ കാട്ടുരുമങ്ങൾ. നിങ്ങൾ കറക്റ്റായിട്ടുള്ള ചോദ്യങ്ങൾ മാത്രം ചോദിക്കുക. വെറുതെ എൻ്റെ തലക്ക് പ്രാന്തോട്ടിക്കുന്ന ചോദ്യങ്ങളൊന്നും ചോദിക്കരുത്. ഓക്കെ, അടിപൊളി. ഒന്നും പറയാനില്ല. ഡെൽമൻ എടക്കൊച്ചിയെ പൊക്കാനായിട്ട് പോവുകയാണ്. ഈ അടുത്തൊരിടത്ത് ഒളിച്ചിരിക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും ആ ഒളിത്താവളം നോക്കി പോകാം. എന്തായാലും ഒന്ന് പൊക്കിയിരിക്കും ഡെൽമനെ. അതെ, നമ്മൾ ആദ്യം പറഞ്ഞില്ലേ നമ്മുടെ ഡെൽമൻ ഒളിവിലിരിക്കുക. എനിക്ക് തോന്നുന്നു ഇവിടെ ആയിരിക്കാൻ സാധ്യതയുണ്ട് ഡെൽമൻ. നമുക്കൊന്ന് പോയി നോക്കാം. ഹലോ ഡെർമൻ, നിങ്ങൾ ഇനി കടന്നു പോരെ. നിങ്ങൾ ആരും പിടിക്കില്ല, ധൈര്യമായിട്ട് കടന്നു പോരെ. ഒന്നും പേടിക്കണ്ട, വാ. എന്താണ് എന്താണ് എന്നെ തിരക്ക് വന്നത്? എന്നാ വേണമെന്ന്? നിങ്ങൾ എന്തിനാ ഇതിന്റെ അകത്ത് കയറി ഇങ്ങനെ ഒളിച്ചിരിക്കുന്നേ? ഒരൊറ്റ ഇടിയിട്ടെന്ന് പറഞ്ഞാൽ ആൾക്കാരെ പേടിച്ചിട്ടാണ് ഈ ബിൽഡിങ്ങിന്റെ അകത്ത് കയറിയിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഇങ്ങോട്ട് ഞാൻ ആയതുകൊണ്ട് എന്റെ ആയുധം ഞാൻ 2 ആയുധം വെച്ച് കൊല്ലും. അതെ, നിങ്ങളെ പേടിപ്പിക്കാനൊന്നും വേണ്ടി വന്നല്ല, നിങ്ങളൊന്ന് കാണാൻ വേണ്ടി വന്നാ ഞങ്ങള്. അയ്യോ, കാണാൻ വേണ്ടി വന്നാണ്. എന്നെ എത്ര വരണ്ട പറഞ്ഞു. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. ഞങ്ങളൊരു ഹാപ്പി ഓണം ഒക്കെ പറയാൻ വേണ്ടി വന്നാ. ഞാനും ഭയങ്കര ഹാപ്പിയാണല്ലോ ഓണത്തിന്റെ കാര്യത്തില്. അതെ, എന്നിട്ടാണ് ഇങ്ങനെ ഒളിച്ചു കയറിയിരിക്കുന്നത്. ഒളിച്ചു കയറി ജീവിക്കണ്ടേ? ജീവിക്കാൻ മാർഗമില്ലാത്തതുകൊണ്ട് ഇവിടെ കയറിയിരിക്കണ പരിപാടിയൊന്നും ഇല്ല, വീട്ടിലിരിപ്പാണ്. അപ്പൊ ഇതാണ് നമ്മുടെ ഡെൽമൻ, അതായത് സുമേഷ്. അപ്പം നമ്മുടെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും വേണ്ടി ഒരു ഹാപ്പി ഓണം പറയാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വേണ്ടി ഹാപ്പി ഓണം. വളരെ മനോഹരമായൊരു
കലാജീവിതവും എല്ലാം മനോഹരമായ ഒരു ജീവിതം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് അപ്പോൾ മാഡത്തിന് പ്രത്യേകം നന്ദി. അപ്പോൾ ഇങ്ങനെയുള്ള സോഷ്യൽ മീഡിയകളാണ് നമ്മളെപ്പോലെയുള്ള ഒരു സാധാരണ കലാകാരന്മാർക്ക് വലിയ വലിയ അവസരങ്ങൾ ഒരുക്കി തരുന്നത്. അപ്പോൾ അതിനുവേണ്ടി എന്നോട് സഹകരിച്ച എല്ലാ സുഹൃത്തുക്കൾക്കും പ്രത്യേകിച്ച് മലയാളം TV ലൈവിലെ എല്ലാ പ്രേക്ഷകർക്കും എല്ലാ പ്രവർത്തകർക്കും ആത്മാർത്ഥമായി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അപ്പോൾ നമുക്ക് അടിച്ചു പൊളിക്കാം. ഹാപ്പി ഓണം. ഓണം. ഓ